അസ്സലാമു അലൈക്കും. ഒരു നിസ്സാരമായ ബീജബിന്ദുവിൽ നിന്ന് നമ്മെ സൃഷ്ടിച്ച് സംവിധാനിച്ച് പരിപാലിച്ച് ഈ അതിമനോഹരമായ ആകാര സൗഷ്ഠവും ഭംഗിയും കലാചാതുര്യമായ അഴകും എല്ലാം നമുക്ക് നൽകി സർവാനുഗ്രഹങ്ങൾ നൽകി സർവകാരുണ്യങ്ങളും നൽകി കാരുണ്യക്കടലായി സർവലോകരക്ഷിതാവായി നമ്മുടെ സർവേശ്വരനായി വിരാജിക്കുന്ന മഹാനായ രക്ഷിതാവായ അല്ലാഹു ജല്ല ജലാലായ സുബ്ഹാനെ കുറിച്ച് ഏകദേശം 7 വർഷങ്ങൾക്ക് മുമ്പ് പാഴൂർ ദാറുൽ ഖുർആനിൽ ഒരു വെള്ളിയാഴ്ച രാവിലെ 7 മണിക്ക് ആരംഭിച്ചതാണ് അല്ലാഹ് ദിവ്യാനുരാഗ പ്രകീർത്തനം. ഇതിനകം 10,000-കണക്കായ ലക്ഷക്കണക്കായ ആളുകൾക്ക് ആരാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല, ഏതാണ് സത്യവിശ്വാസം, എങ്ങനെയാണ് അള്ളാഹുവിൽ ബലമേൽപ്പിക്കേണ്ടത്, ആരാണ് ഈ കാരുണ്യക്കടലായ പടച്ചതമ്പുരാൻ എന്ന് പരിചയപ്പെടുത്തിയ അതിമഹത്തായ മധുരമായ അതിമഹത്തായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ലാസ്സാണ് അല്ലാഹ് ദിവ്യാനുരാഗ പ്രകീർത്തനം എന്ന മജ്ലിസ്. അത് റബ്ബിൻ്റെ മഹത്തായ അനുഗ്രഹങ്ങൾ കൊണ്ട് അത് അനവധി ജൈത്രയാത്രകൾ കഴിഞ്ഞ് ഇതാ 313-ാമത്തെ മജ്ലിസിലേക്ക് അടുക്കുകയാണ്. ഈ വരുന്ന നാളെ മറ്റന്നാളുള്ള വെള്ളിയല്ല, അത് കഴിഞ്ഞാലുള്ള വെള്ളി, അതായത് ഈ വരുന്ന ഒക്ടോബർ 3 വെള്ളിയാഴ്ച രാവിലെ 7 മണിക്ക്. സാധാരണയായി 7 മണിക്കാണ് ആ പ്രഭാഷണം നടത്താറുള്ളത്. ഈ തവണയും അതിൻ്റെ 313-ാം മഹാസമ്മേളനം അനവധി സാദാത്തുക്കളും മഹാപണ്ഡിതരും ഒരുപാട് പൊതുജനവും മഹാജനവും പങ്കെടുക്കുന്ന, അള്ളാഹുവിനെ പ്രേമിക്കുന്ന, അവൻ്റെ അതിമഹത്തായ അനുഗ്രഹങ്ങളെക്കുറിച്ച് അറിയാൻ കൊടിയുള്ള കാതുകളും കണ്ണുകളും ഓടിയെത്തുന്ന ആ അതിമഹത്തായ മജ്ലിസ് 313-ാം അല്ലാഹ് ദിവ്യാനുരാഗ പ്രകീർത്തനം എന്ന സദസ്സ് ഈ വരുന്ന ഒക്ടോബർ 3-ന് വെള്ളിയാഴ്ച രാവിലെ കൃത്യം 7 മണിക്ക് പാഴൂർ ദാറുൽ ഖുർആനിൽ ആരംഭിക്കും. 9:30 എല്ലാവർക്കും പിരിഞ്ഞു പോകാം. എല്ലാവർക്കും അവിടെ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. 1000-കണക്കായ ആളുകൾക്ക് തബറുക്കിന്റെ ഭക്ഷണം വീട്ടിൽ കൊണ്ടുപോകാനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വേറെ തലേന്ന് തന്നെ വരികയാണെങ്കിൽ അവർക്ക് താമസിക്കാനുള്ള സൗകര്യം, ഭക്ഷണം അതെല്ലാം ഏർപ്പെടുത്തിയിട്ടുണ്ട്. തിരുവനന്തപുരത്തു നിന്നോ, ഇനി പാലക്കാട് നിന്നോ, കോയമ്പത്തൂരിൽ നിന്നോ, ഇനി കാസർഗോഡ് നിന്നോ, തമിഴ്നാട്ടിൽ നിന്നോ, കർണാടകയിൽ നിന്നോ, ഇനി മറ്റേതെങ്കിലും നാടുകളിൽ നിന്നോ വരുന്ന ആളുകൾക്ക് വ്യാഴാഴ്ച ദാറുൽ ഖുർആനിൽ താമസിക്കാം. അവിടെ ഭക്ഷണം ഉണ്ടാവും, കിടപ്പ് സൗകര്യങ്ങൾ ഉണ്ടാവും, ആരാധനയ്ക്കും മറ്റുമുള്ള സൗകര്യങ്ങൾ ഉണ്ടാകും. ആ രാത്രി വളരെ മുബാറക്കായ രാത്രിയാണ്. അല്ലാഹ് ദിവ്യാനുരാഗ പ്രകീർത്തനം എന്നതിൻ്റെ ആ 313-ാം മജ്ലിസിന് തൊട്ട് തലേന്നുള്ള ആ മുബാറക്കായ രാത്രി എണീറ്റ് തഹജ്ജുദ് നിസ്കരിച്ച് റബ്ബിനോട് പൊട്ടിക്കരഞ്ഞ് തൻ്റെയും തൻ്റെ കുടുംബത്തിൻ്റെയും ഭാര്യ, ഭർത്താവ്, മക്കൾ, തൻ്റെ ധനം, തൻ്റെ ജീവിത ചുറ്റുപാടുകൾ, അതിനെക്കുറിച്ചുള്ള ആവലാദികൾ ദാറുൽ ഖുർആൻ ക്യാമ്പസിൽ തന്നെ ഇരുന്ന് ദുആ ചെയ്ത് റബ്ബിനോട് പൊട്ടിക്കരയാനുള്ള സംവിധാനങ്ങൾ വരെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാവിലെ വരുന്നവർക്ക് അങ്ങനെ വരാം, രാത്രി താമസിക്കാൻ വരുന്നവർക്ക് അങ്ങനെ വരാം. എല്ലാവിധ സ്ത്രീകൾക്ക് വേറെയും പുരുഷന്മാർക്ക് വേറെയും താമസിക്കാനുള്ള ബഹുമുഖമായ സൗകര്യങ്ങളും സംവിധാനങ്ങളുമെല്ലാം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് നിങ്ങൾ ആ ക്ലാസ് അനുഭവിച്ചതാണ്. അല്ലാഹ് ജല്ല ജലാലായ സുബ്ഹാൻ ആരാണെന്ന് കഴിഞ്ഞ 311 ക്ലാസ്സുകളിലൂടെയും നിങ്ങൾ കേട്ടതാണ്. നാളെ മറ്റന്നാൾ 312-ാം ക്ലാസ് നടക്കാനിരിക്കുകയാണ്. കഴിഞ്ഞാൽ തൊട്ട് വെള്ളിയാഴ്ച, അതായത് ഒക്ടോബർ 3 വെള്ളി രാവിലെ 7 മണിക്ക് ആയിരങ്ങൾ പങ്കെടുക്കുന്ന അല്ലാഹ് ദിവ്യാനുരാഗ പ്രകീർത്തനം എന്ന മജ്ലിസിന്റെ 313-ാമത്തെ മജ്ലിസ് നടക്കുകയാണ്. അല്ലാഹ് ദിവ്യാനുരാഗ പ്രകീർത്തനം എന്ന ആ പ്രഭാഷണത്തിന്റെ മധുരിമ നിങ്ങൾ അനുഭവിച്ചവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മനസ്സിലാക്കാനും ഒരിക്കലും അവസാനിച്ച് മനസ്സിലാക്കി തീർക്കാൻ കഴിയാത്ത സർവലോക സംവിധായകനായ രക്ഷിതാവായ സ്രഷ്ടാവായ അനുഗ്രഹദാതാവായ ഏറ്റവും ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ സംരക്ഷകനായ എല്ലാമായ ഏറ്റവും വലിയ അഭയമായ ഏറ്റവും വലിയ സംരക്ഷകനായ അല്ലാഹ് എന്ന മഹാനായ റബ്ബിനെ കുറിച്ച് പറയുന്ന ക്ലാസ്സിനെ നിങ്ങൾ അനുഭവിച്ചവരാണ്. നിങ്ങൾ ഓരോരുത്തരും
ഈ 313 മഹാസമ്മേളനത്തിൻ്റെ പ്രചാരണങ്ങളിൽ നിങ്ങളെല്ലാവരും പങ്കാളികളാവുക. നിങ്ങളാൽ കഴിയുന്നവർക്കെല്ലാം നിങ്ങൾ ഈ മെസ്സേജ് എത്തിക്കുക. നിങ്ങളെല്ലാവരെയും എല്ലാ കക്ഷിത്വങ്ങളും മാറ്റിവെച്ച് അള്ളാഹുവിനെ കുറിച്ച് പറയുന്ന ആ മജ്‌ലിസിലേക്ക്, എല്ലാ അഭിപ്രായ ഭിന്നതകളും മാറ്റിവെച്ച് സർവ്വലോക രക്ഷിതാവിനെ പരിചയപ്പെടുത്തിയ, സർവ്വലോക രക്ഷിതാവിനെ നാം പരിചയപ്പെടാൻ കാരണമായ ആ ക്ലാസ്സിലേക്ക് നിങ്ങളെല്ലാവരും വരുമെന്ന് അതിൻ്റെ ഒരു എളിയ ഖാദിം എന്ന നിലയിൽ, അള്ളാഹ് എന്ന ഇസ്മിൻ്റെ ഒരു എളിയ സേവകൻ എന്ന നിലയിൽ ഞാൻ നേരിട്ട് നിങ്ങളെ എല്ലാവരെയും ആ പരിപാടിയിലേക്ക് ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും അവിടെ തബറുക്കിൻ്റെ ഭക്ഷണമുണ്ട്, രാവിലെ ചായയും ചെറിയൊരു പലഹാരവുമുണ്ട്, അത് കഴിഞ്ഞാലുള്ള സംവിധാനങ്ങളുണ്ട്. എല്ലാവർക്കും വീട്ടിൽ കൊണ്ടുപോകാനുള്ള തബറുക്കിൻ്റെ ഭക്ഷണമുണ്ട്. ആയിരക്കണക്കായ ആളുകൾക്ക് പ്രസംഗം നേരിട്ട് ശ്രവിക്കാനും ദുആയിൽ പങ്കെടുക്കാൻ അനവധി കേരളത്തിലെ അത്യുന്നതരായ സാദാത്തുക്കളും മഹാപണ്ഡിതരും ആ മജ്‌ലിസിൽ പങ്കെടുക്കുന്നുണ്ട്. എല്ലാവരെയും ആ മജ്‌ലിസിലേക്ക് ഒരിക്കൽ കൂടി ക്ഷണിക്കുകയാണ്. അല്ലാഹ് എന്ന ഇസ്മിന് വേണ്ടി നടക്കുന്ന കാലിനെയും അധ്വാനത്തെയും പണത്തെയും നാളെ ഒരിക്കലും അള്ളാഹു പാഴാക്കി കളയുകയില്ല. അല്ലാഹ് എന്ന ഇസ്മിന്റെ മഹത്വം കേൾക്കാൻ വീണ്ടും ഒരിക്കൽ കൂടി നിങ്ങൾ ക്ഷണിക്കുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.